ഇനി 2-3 ഗ്ലാസും കൂടെ കാണല്ലോ. ഈ ഗ്ലാസ്സൊക്കെ അവിടെ പോയി. ഗ്ലാസ് തന്നെ തന്നെ നടന്നു പോയെന്ന കയ്യങ്കാലം ഉണ്ടോ ഗ്ലാസ്സിൽ? എപ്പ നോക്കിയതല്ലേ ഗ്ലാസ്. എന്താണ്? അല്ല പൂക്കാരെ ഇവിടുത്തെ ഗ്ലാസ് ഒന്നും കാണില്ല. അതിപ്പോ എന്താ നമുക്ക് ഈ പാട്ട് ഏത് സിനിമയിലാന്നറിയോ? ഗ്ലാസ് കാണില്ലെന്ന് പറഞ്ഞപ്പോ സിനിമയിലെ ഇത് പറയാമേ, ഇത് ഏത് സിനിമയിലെ പാട്ടാ? ഞാൻ മൊത്തം ഒന്നും കേട്ടില്ല, ഒന്നുകൂടെ പാട്. കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ആ നെല്ല് നെല്ല് നെല്ല്. ഇത് നമ്മളെ ചോരത്തറ, അതായത് നമ്മളെ ഹരിപ്പാട് ചോരത്തറ വീട്ടിൽ ചെന്നപ്പോൾ, ചെറിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ പണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമുക്ക് നിങ്ങളെ പോലെ അല്ലല്ലോ, കുഞ്ഞിലേയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. ക്ലാസ് അവിടെ വെച്ചാ ഇവിടുത്തെ? എനിക്കറിയാൻ പാടില്ല. നിനക്കറിയാമല്ലോ, നീയൊക്കെ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോകും, പിന്നെ ഇവിടെ ക്ലാസ് കാണൂല. ചായ കുടിക്കണോ ഞാൻ മാത്രമല്ലോ? എല്ലാരും അങ്ങനെ തന്നെ. ചായ കൊടുത്തിട്ട് ചായം കൊണ്ട് അകത്തോട്ട് പോകും. പിന്നെ ഞാൻ തപ്പിടേണ്ടത് എന്താ ബാറാ, ഓരോ റൂമിൽ പോയി ഗ്ലാസ് കൊടുത്തിട്ട് വരാനായിട്ട്. ശങ്കരാപ്പൂപ്പൻ ചായ കുടിച്ചാ? ആ ശങ്കരപ്പൂപ്പിന്റെ കറക്റ്റാണ്. ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ ഞാൻ അടുക്കളയിൽ കയറിയാണ് പുറകെ വരും, മോളെ ചായ എന്നും പറഞ്ഞ് കട്ടൻ ചായ എടുത്തോണ്ട് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞ ഈടായിട്ട് ശങ്കരാപ്പൂപ്പൻ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കണില്ലല്ലേ? ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചപ്പോ പറയാണ് രാത്രി ഒന്നും ഇപ്പൊ കഴിക്കലില്ല മോളെ എന്ന്. അല്ല അപ്പൂപ്പൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു? അയ്യോ പണ്ട് കിടിലായിരുന്നില്ലേ, വൻ ടീമുണ്ടായിരുന്നു, എല്ലാം കൂടെ കാട്ടിനകത്ത് കയറും. എന്നാ വാറ്റും കുടിക്കും പൊന്നോ. അങ്ങനെ ഇവിടെ പോകണം, ഒരു ഉത്സവം തന്നെ 6 മാസത്തിൽ തിരിച്ചു വരാം. 1 ലിറ്റർ ചായ അടിക്കും, അടിച്ച ഉടനെ ഒരു കാട്ട് കഴിച്ചു വിട്ടത് അപ്പോൾ അകത്താക്കും. അച്ഛന് മോശമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ എൻ്റെ കാര്യം പറയാം. ഇനിയിപ്പോ അയ്യോ ഇവരെല്ലാരും അങ്ങനെ തന്നെ അടിയും പിടിയും കൂടിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആൾക്കാരല്ലേ. ജെയിനിസിന്റെ ഗുണോടി എങ്ങനെ നടന്ന മനുഷ്യനറിയാം, കുടുംബക്കാരെല്ലാം കൂടെ ഒതുക്കിക്കളഞ്ഞു. അങ്ങനെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? എപ്പോഴും അങ്ങനെ അലമ്പായിട്ട് നടക്കണ കാണാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം? വാടിയെ കിട്ടും. അച്ഛന്റെ ഉള്ളിലെ കറയെ പോയിട്ടൊന്നുമില്ലല്ലോ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന സിംഹം വീണ്ടും ഗർജിക്കും. സിംഹം ഉറങ്ങിക്കിടക്കുന്ന സിംഹം ഗർജിച്ചാലേ അപ്പൊ തന്നെ ആ സിംഹത്തിനെ വെടിവെച്ചു വരും ഞാൻ. നിനക്ക് എന്തിന്റെ കുഴപ്പം? ഒരു കാര്യമില്ല, തള്ളരെ വായിരിക്കണേ ക്യാപിച്ചറിഞ്ഞിട്ട്. അല്ല അച്ഛന്റെ ഈ പഴയ കഥകളൊക്കെ ഓർത്ത് പറയുന്നത് രസമല്ലേ അച്ഛാ? ആർക്ക് രസം? നമുക്ക് രസം. കിണ്ടി പറക്കി എടുത്ത അവസരം എന്റെ കൊല്ലം അല്ലേ പറഞ്ഞു. ലച്ചു പോയി ഗ്ലാസ് കപ്പ്. അമ്മയ്ക്ക് ഇപ്പൊ ഏത് ഗ്ലാസ്സാ വേണ്ടേ? ക്ലാസ്സിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, ഓരോ ക്ലാസ്സിന്റെ പേര് ചൊല്ലി വിളിക്കാനായിട്ട്. ഓരോ റൂമിൽ പോയി നോക്ക്, അപ്പൊ കാണാൻ ക്ലാസ് ഒക്കെ പറക്കിക്കൊണ്ട് പോര്. ഈ ചങ്കരന്റെ കാര്യം അലക്കുമ്പോഴേ എന്തോ പോലെ പെട്ടെന്ന് വയസ്സാവില്ലല്ലേ. എൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. എന്തായാലും ഇപ്പൊ കുടിയൊക്കെ നിർത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. അത് കാര്യം തന്നെ. നിങ്ങളായിട്ട് കുടിപ്പിക്കാണ്ടിരുന്നാ മതി. ഞാൻ അവിടെ ലിറ്റർ കണക്ക് എടുത്ത് വെച്ചേക്കല്ലേ കൊടുക്കാൻ. അല്ല നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞു അങ്ങായിരുന്നു നന്നായി പോയി എന്നൊക്കെ. എന്താ കുഴപ്പം? ആ